ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് അതായത് ഹോമോഫോൺസിന്റെ ക്ലാസ് ആണ്. നേരത്തെ ഞാൻ ഒരു 2024 ഒത്തിരി ഒരു വർഷം പഴക്കമുണ്ട് കേട്ടോ. അപ്പൊ അന്നേരം ഞാനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹോമോഫോൺസിന്റെ ക്ലാസ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഞാൻ അപ്ലോഡ് ചെയ്തു. പിന്നെ വേറൊരു ക്ലാസ്സും കൂടി ഹോമോഫോൺസിനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വേറൊരു ക്ലാസ് ആണ് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത് കുറച്ച് ഡിഫറെന്റ് രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ എന്തൊക്കെ വരും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു വീഡിയോ കാണണം, ആ ഒരു ക്ലാസ് കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഹോമോഫോൺസ് എന്ന് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ പുതിയ ആൾക്കാരാ വരുന്നത്, അവർക്ക് ഒട്ടും അറിയത്തില്ല എന്താണ് ഈ ഹോമോഫോൺസ് എന്ന്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നവരാണോ ഈ വേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹോമോഫോൺസ് എന്ന് വെച്ചാൽ നമുക്ക് രണ്ടോ മൂന്നോ വേർഡ്, ഓക്കെ, നമുക്ക് പ്രൊനൗൺസിയേഷൻ സെയിം ആയിട്ടിരിക്കും, പക്ഷെ അതിന്റെ മീനിങ്ങും അതായത് സ്പെല്ലിങ്ങും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോമോഫോൺസ്. സോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്കപ്പൊ നോക്കാം എന്താണ് ഈ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോമോഫോൺസ് എന്ന് വെച്ചാൽ നമുക്ക് 2 വേർഡ്സ് അല്ലെങ്കിൽ 3 വേർഡ്സ് ഒക്കെ വരുന്ന പ്രൊനൗൺസിയേഷൻ നമ്മൾ പറയുമ്പോൾ സെയിം ആയിട്ട് പറയും, പക്ഷെ അതിന്റെ മീനിങ്ങും സ്പെല്ലിങ്ങും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഹോമോഫോൺസ്. ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. എക്സാമ്പിൾ വന്നിട്ട് ആംസ്, ആംസ് രണ്ടോ അങ്ങനെയാണ് നമ്മൾ പറയുന്നത്, പക്ഷെ എഴുതുമ്പോൾ എന്താ ARMS ആംസ്, പിന്നെ ALMS ആംസ്, അങ്ങനെ നമ്മൾ പറയാ. പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തേത് ബെർത്ത്, ബെർത്തിന്റെ അതുപോലെ തന്നെ BIRTH വരും, BRETH വരും. ഈ ബെർത്ത് എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്നതിന് നമ്മൾ ബെർത്ത് എന്ന് പറയും. മറ്റേ ബെർത്ത് എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റാണ്. ആ ബെർത്താണ്. ഏത് ബെർത്താ എന്ന് ചോദിക്കുന്ന പോലെ സീറ്റാണ്. പിന്നെ കൗൺസിൽ, കൗൺസിൽ COUNCIL ഉണ്ട്, COUNCEL ഉണ്ട്. കൗൺസിൽ, കൗൺസിൽ, ഒന്ന് കൗൺസിൽ ചെയ്യുക, ഒന്ന് കൗൺസിൽ. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് വരുന്നുണ്ട്. ഓക്കെ, വാക്കുകളുടെ ഓപ്പോസിറ്റ് അനോമിനസ് മനസ്സിലാക്കുക. അതായത് വാക്കുകളുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഒരു കാറ്റഗറി ഹോമോഫോൺസിൽ അതെങ്ങനെ വരും, വാക്കുകളുടെ ഓപ്പോസിറ്റ്. ഇപ്പൊ എക്സാമ്പിൾ ഫാസ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തിൽ പോവുക, സ്ലോ, അതിന്റെ ഫാസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ലോ. ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അതിന് തിരിഞ്ഞു വരുന്നതാണ്. നമ്മൾ വിപരീത പദമൊക്കെ പഠിക്കത്തില്ല, അതുപോലെ തിരിഞ്ഞു വരുന്നതാണ്. അതിന്റെ ഒന്ന് സ്ലോ ആണെങ്കിൽ ഒന്ന് ഫാസ്റ്റ്. അപ്പൊ അതിന്റെ ഫാസ്റ്റിന് നമുക്ക് സ്ലോ, പതുക്കെ. പിന്നെ അഗ്രി, ഡിസഗ്രി. അഗ്രി എന്ന് വെച്ചാൽ സമ്മതിക്കുക, ഡിസഗ്രി എന്ന് വെച്ചാൽ വിസമ്മതിക്കുക. പിന്നെ പ്രധാനപ്പെട്ട സ്ട്രക്ചേഴ്സ് ആൻഡ് യൂസേജ് മനസ്സിലാക്കുക, നമ്മൾ അത് മനസ്സിലാക്കി പഠിക്കുക, അതിന്റെ സ്ട്രക്ചറും അതിന്റെ യൂസേജ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എങ്ങനെ വരും നോക്കാം. നമ്മൾ വരച്ച വേർഡ്സിലൊക്കെ സെന്റൻസിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് ആസ് സൂൺ ആസ് പോസിബിൾ ഐ വിൽ ഗെറ്റ് യു, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാം എന്നാണ് അതിന്റെ ഒരു സെന്റൻസ് വരുന്നത്. പിന്നെ ഇൻസ്പയർ ഓഫ്, നമ്മൾ ഇൻസ്പയർ ഓഫ് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയാം. ഹാഡ് ബെറ്റർ, എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്ന രീതിയിൽ. ആസ് വെൽ ആസ് ഇറ്റ് ഹസ് ഹാപ്പൻ, അങ്ങനെയൊക്കെ നമ്മൾ ഓരോ സെന്റൻസിൽ ഇടയിൽ വരുന്ന വേർഡ്സുകളാണ് ഇതൊക്കെ. അഗ്രിമെന്റ് ഓഫ് ദ വേർഡ് വിത്ത് ദിസ് സബ്ജക്ട്, തിരിച്ചറിയുക. അഗ്രിമെന്റ്, അത് വേർഡിന്റെ ഒരു അഗ്രിമെന്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയുക. എങ്ങനെയാണ് നമുക്കത് സബ്ജക്റ്റിന്റെ കൂടെ നമുക്ക് എങ്ങനെ അത് മനസ്സിലാക്കാം എന്നാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം, ഭാഷയിലെ വിവിധ എക്സ്പ്രഷൻസ് തിരിച്ചറിയുക. നമ്മൾ ഭാഷയിൽ വരുന്ന ഓരോരോ എക്സ്പ്രഷൻസ്, ഇപ്പൊ നമ്മൾ ഒരു സെന്റൻസ് പറഞ്ഞാലും ഒരു വേർഡ് പറഞ്ഞാൽ നമുക്ക് അതിന് ഓരോത്തിനും ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അങ്ങനെ അത് തിരിച്ചറിയുമെന്ന് നോക്കാം. വിൽ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ, ഇപ്പൊ ഇതിൽ പറയുന്നത് വിൽ യു പ്ലീസ് ഓപ്പൺ ദ വിൻഡോ. അപ്പൊ നിങ്ങൾ ദയവായി ആ ജനലൊന്ന് തുറക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സ്പ്രഷൻസ് ഉണ്ട്. എന്തിന്റെ എക്സ്പ്രഷൻസാ? അപ്പൊ ദയവായി നമ്മൾ ജനൽ തുറക്കാൻ പറയുന്ന ഒരു എക്സ്പ്രഷൻസ് ആണ്. പിന്നെ യു കുഡ് ഹാവ് ഡിസ്കസ് ദി മാറ്റർ, അപ്പൊ നിങ്ങൾക്ക് ഈ മാറ്റർ ഒന്ന് സംസാരിക്കാമോ എന്നാണ്, വിഷയങ്ങൾ സംസാരിക്കാമോ എന്ന് നമ്മൾ ഇങ്ങനെ പറയുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ വേർഡ്സ്. ഫോർമലിലും ഇൻഫോർമലിലും എങ്ങനെ വരും, വേർഡ്സ് എങ്ങനെ വരും എന്ന് നോക്കാം. ഫോർമലായിട്ടും ഇൻഫോർമലായിട്ടും വെരി ഇൻഫോർമലായിട്ടും ഒത്തിരി ഇൻഫോർമലി വരുന്നതാണ്. അതായത് നമ്മൾ ഫോർമലായിട്ട് പറയുമ്പോൾ മോട്ടോർ സൈക്കിൾ എന്ന് നമ്മൾ പറയും, മോട്ടോർ സൈക്കിൾ. അതായത് ഇൻഫോർമലി വരുമ്പോൾ 2 വീലർ എന്ന് പറയും, നമ്മൾ 2 വീലർ എന്ന് പറയും. വെരി ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ബൈക്ക് എന്ന് പറയും, ബൈക്ക്, സ്കൂട്ടർ, അങ്ങനെയൊക്കെ നമ്മൾ വെരി ഇൻഫോർമൽ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ റെസിഡൻസ് എന്ന് വെച്ചാൽ അത് ഫോർമൽ, റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ പറയത്തില്ല, അത് ഫോർമൽ. പിന്നെ ഇൻഫോർമലി വന്നിട്ട് ഹൗസ്, ഒരു വീട്. പിന്നെ വെരി ഇൻഫോർമൽ ആണെങ്കിൽ പ്ലേസ്, വേർ ഈസ് യുവർ പ്ലേസ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് ഇൻഫോർമൽ ആയിട്ട് വരുമ്പോൾ. കാഷ്വലി നമ്മൾ അത് ആരോടെയും ചോദിക്കാറില്ല, കാഷ്വൽ ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഓസ്പെറിങ്,
എന്നുവെച്ചാൽ പിള്ളേർ, കുട്ടികൾ, ചിൽഡ്രൻ. അതും കുട്ടികളാണ്. കിഡ്സ് കുട്ടി. നമ്മൾ മോഡേൺ കുറച്ചുകൂടി ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കും. നമ്മൾ മോട്ടോർ സൈക്കിൾ, റെസിഡൻസ് എന്നൊക്കെ നമ്മൾ കുറച്ച് ഫോർമലായിട്ട് സംസാരിക്കും. നമ്മൾ ഈ വേർഡ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻഫോർമലി വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വരും. വെരി ഫോർമൽ വരുമ്പോൾ കുറേയേറെ വ്യത്യാസം വരും. നമ്മൾ അതുപോലെയാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. നോയിങ്, ക്ലിപ്ഡ് വേർഡ്സ്. നമ്മൾ ക്ലിപ്ഡ് വേർഡ്സ് എങ്ങനെ പറയും? നമ്മളിപ്പോൾ ഒരു വലിയ വേർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഷോർട്ട് ആക്കിയിട്ട് പറയാറുണ്ട്. നമ്മളെപ്പോഴും വലിയ വേർഡായിട്ട് നമ്മൾ പറയാറില്ല. ഉദാഹരണത്തിന് ലാബറട്ടറി, ലാബറട്ടറി പോകണമെന്ന് നമ്മൾ ആരും കോമൺലി പറയാറില്ല. നമ്മൾ ലാബിൽ പോകണം എന്നാണ് നമ്മൾ കൂടുതലും പറയാറുള്ളത്. പിന്നെ അതേപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് നമ്മൾ പറയാറില്ല. ആഡ്, ടി വിയിൽ എപ്പോഴും ആഡാണ് എന്ന്, ആഡ് ഫിലിം ഷൂട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാ പറയാ. പിന്നെ വന്നത് ഫോൺ. ഫോൺ എന്ന് വെച്ചാൽ ടെലിഫോൺ. നമ്മൾ എപ്പോഴും നമ്മൾ ടെലിഫോൺ എടുത്തോ അല്ലെങ്കിൽ ടെലിഫോൺ എവിടെ എന്ന് നമ്മൾ ചോദിക്കാറില്ല. നമ്മൾ എപ്പോഴും ഫോൺ എവിടെ, ഫോൺ എടുത്തോ, അതാ ഫോൺ വിളിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ ഫോൺ എന്ന് എടുത്താ പറയാ. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. സുഫിക്സ്. സുഫിക്സിന്റെ പ്രിഫിക്സിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അതും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. സോ അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കണ്ടു നോക്കുക. എന്നാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും എന്താണ് സുഫിക്സ്, എന്താണ് പ്രിഫിക്സ് എന്ന്. പിന്നെ സുഫിക്സിന്റെ വന്നിട്ട് ബ്രേക്കബിൾ, റിഡേയബിൾ, ടീച്ചർ, വർക്കർ, എക്സെട്ര. നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും പിന്നെ നമുക്ക് റിലേബിൾ ചെയ്യാൻ പറ്റത്തില്ല, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. പിന്നെ ടീച്ചേഴ്സിലും വർക്കേഴ്സും, ജോലിക്കാരും അധ്യാപകരും. പിന്നെ പ്രിഫിക്സിൽ വരുന്നത് എക്സാമ്പിൾ വന്നിട്ട് മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്ലീഡ്. അതായത് നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ്, മിസ്ലീഡ് അല്ല, മിസ്അണ്ടർസ്റ്റാൻഡിങ്. നമുക്കൊരു കാര്യം അണ്ടർസ്റ്റാൻഡിങ്, അതായത് തെറ്റിദ്ധാരണ. പിന്നെ മിസ്സ്പെല്ല് എന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിട്ടുള്ള സ്പെല്ലിങ് പറയുക, അതാണ് മിസ്സ്പെല്ല്. ഓക്കെ അടുത്തത് നോക്കാം. റൂട്ട്സ് ആൻഡ് ദി വേർഡ്സ് ഫോംഡ്. റൂട്ട്സും പിന്നെ അതിന്റെ വേർഡ്സും നമുക്ക് എങ്ങനെ ഫോം ചെയ്യും. ഇപ്പൊ ഒരു മരം വരുന്നെങ്കിൽ എങ്ങനെ, നമുക്ക് അതിന്റെ റൂട്ട് വന്നിട്ടല്ലേ മരം മണ്ടിക്കോട്ട് വരുന്നത്. അപ്പൊ അതുപോലെ ഒരു വേർഡിനും അതിന്റെ റൂട്ട് ഉണ്ട്. അപ്പൊ അതെങ്ങനെ വരും, എങ്ങനെ ഫോം ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എക്സാമ്പിൾ വന്നിട്ട് സ്പെറ്റ്. അതില്ലോ സ്പെറ്റ് എന്ന് വെച്ചാൽ ഒരു വേർഡാണ്. അപ്പൊ അതിന്റെ വേർഡിലായിട്ട് ലുക്ക്, സി. ലുക്ക് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അങ്ങോട്ട് സീ ദയർ, ലുക്ക് ദയർ എന്ന് പറയുന്നത്. ഓക്കെ നമ്മൾ പിന്നെ സീ ദയർ എന്ന് പറയും. രണ്ടും ഒരു മീനിങ് ആണ് വരുന്നത്. സ്പെല്ലിങ്ങും വ്യത്യാസം, പ്രൊനൗൺസിയേഷനും വ്യത്യാസം, പക്ഷെ ഒരു മീനിങ് ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വേർഡ്സ് ഇൻസ്പെക്ട്, ഇൻസ്പെക്ഷൻ, ഇൻസ്പെക്ടിങ്, സ്പെക്ടിക്കൽസ്. എന്നാൽ നമ്മൾ വേർഡിന് ഒരു വേർഡ് തന്നെ പല രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇൻസ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻ ആൾക്കാർ വന്നു, ഇൻസ്പെക്ടിങ് ചെയ്തുകൊണ്ടിരിക്കുക, ഇൻസ്പെക്ഷൻ ചെയ്തുകൊണ്ടിരിക്കാൻ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു വേർഡ് തന്നെ പല രീതിയിലും പറയുന്നതാണിത്. ഓക്കെ പിന്നെ അതേപോലെ പോട്ട്. പോട്ട് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ ക്യാരി ചെയ്യാൻ. പിന്നെ വേർഡ്സ് ട്രാൻസ്പോർട്ട്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, സപ്പോർട്ട്. ഇതെല്ലാം നമുക്ക് ലാസ്റ്റിൽ വരുന്ന വേർഡ് പോർട്ട് എന്നാണ്. PORT. ആ പോർട്ടിൽ വരുന്ന കുറച്ച് വേർഡ് ക്യാരി ചെയ്യാന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. പോർട്ട് തന്നെ ഒരു വേർഡ്, അത് നമ്മൾ എന്താ ക്യാരി ചെയ്യുക. ഇപ്പൊ എക്സ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളൊരു സാധനം നമ്മൾ വിദേശത്തുനിന്ന് ഇങ്ങോട്ടേക്ക്, നമ്മൾ ഇവിടുന്ന് വിദേശത്തേക്ക് കയറ്റി അയക്കാനാണ് എക്സ്പോർട്ട്. പിന്നെ ഇമ്പോർട്ട് എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്നതാണ് ഇമ്പോർട്ട്. പിന്നെ ട്രാൻസ്പോർട്ട് എന്തുവാ, നമ്മൾ സാധനങ്ങൾ അയക്കുന്നതിനാണ് നമ്മൾ ട്രാൻസ്പോർട്ട് എന്ന് പറയാം, വണ്ടിയിൽ അയക്കുന്നതാണ്. അപ്പൊ അതിലെല്ലാം പോർട്ട് വരുന്നുണ്ട്. സെയിം മീനിങ് കുറച്ച് ഡിഫറെന്റ് ആണ്, പക്ഷെ അതിൽ ലാസ്റ്റിൽ വരുന്ന വേർഡ് പോർട്ട് വരുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഏറ്റവും നമ്മളൊരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അതാണ് അതിൻ്റെ ഇത്. പിന്നെ അടുത്തത് കോമ്പൗണ്ട്സ്, അഡ്ജക്റ്റീവ്, കോമ്പൗണ്ട്സ് വേർഡ്സ് ആണ്. ഓക്കെ എങ്ങനെ വരും നോക്കാം. അതായത് വെൽ നോൺ എന്ന് വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അറിയാം. ഗുഡ് നേച്ചർ, നല്ല പ്രകൃതി ഭംഗി. കേർലി ഹെയർ, നല്ല എന്താ ചുരുണ്ട മുടി. ബർത്ത് റൈറ്റ്, ജനിച്ചത് നല്ല സമയത്താണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്കും ഫാസ്റ്റും അത് ഒന്നിച്ച് വന്ന എന്തോ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ നമ്മൾ പറയും. പിന്നെ ഡെത്ത് ബെഡ് എന്ന് വെച്ചാൽ മരിച്ച ഒരു ബെഡ്, അപ്പൊ ഡെത്ത് ബെഡ്. ഓക്കെ അടുത്തത് ഹോളിഡേയ്സ്. അപ്പൊ നമ്മൾ ഹോളിഡേയ്സ് ഒരേ വേർഡ്, അതായത് ഒരേ വേർഡ് വരും, പക്ഷെ രണ്ട് ഡിഫറെന്റ് സ്ട്രിക്റ്റ് വേർഡ്സ് പോലെ വരുന്നതാണ് ഇത്. ഓക്കെ നമ്മുടെ വേർഡ് ഒന്നായിരിക്കും, പക്ഷെ അതിന് സ്പ്ലിറ്റ് ആയിട്ടും പറയുമ്പോൾ വേറെ മീനിങ്ങും ആവും, ഒന്നിച്ചു വന്ന വേറെ മീനിങ് ആവും. പിന്നെ കോമ്പൗണ്ട് നൗൺ വെർബ് പ്ലസ് പ്രപ്പോസിഷൻ ആണ് വരുന്നത്. കോമ്പൗണ്ട് നൗണും
പിന്നെ വെർബിന്റെ ആ ഒരു പ്രപ്പോസിഷനും വരും. അങ്ങനെ വരും നോക്കാം. ഇപ്പൊ കോമൺ ആണ് സ്പ്ലിറ്റിംഗ് വരും. ഇപ്പൊ വാക്കൗട്ട്, ഇവിടെ വാക്കൗട്ട് എന്ന് വെച്ചാൽ എന്താ, നടന്നു പോകുക, വാക്കൗട്ട്. ബ്രേക്കിംഗ്, ബ്രേക്കിംഗ് എന്ന് വെച്ചാൽ എന്താ, ബ്രേക്കിംഗ് ഇതാവുക. ചെക്കപ്പ് നോക്കുക. ടേൺ ഡൗൺ അതിനിങ്ങനെ തിരിക്കുക എന്നൊക്കെയാ പറയാം. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ ഇങ്ങനെയാ വരുന്നത്. അപ്പൊ അത് ഔട്ട്, ഇന്ന്, അപ്പ്, ഡൗൺ ഇതൊക്കെ നമ്മൾ പ്രപ്പോസിഷനിൽ വരുന്നത്. പ്രപ്പോസിഷൻ എന്ന് വെച്ചാൽ അതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ വേർഡ്സിനെ ജോയിൻ ചെയ്യാനാണ് ടുഗദർ ആയിട്ട്. ഒരു സെന്റൻസിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് പ്രപ്പോസിഷൻ. അപ്പൊ അതിന്റെ വേർഡ്സിനെയൊക്കെ നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ അതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്കും വേണമെങ്കിൽ ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ആ ക്ലാസ്സും കൂടി കണ്ടു നോക്കാം. പിന്നെ മോണോപോട്ടിക്സ് വേർഡ്സ്, അതായത് അർത്ഥത്തിൽ അനുസരിച്ച് ശബ്ദമുള്ള വാക്ക്, അർത്ഥത്തിനനുസരിച്ച് ശബ്ദമുള്ള വാക്കുകൾ. അതിന് ഓരോ മീനിങ് ഉണ്ട്. അതനുസരിച്ചിട്ട് നമുക്ക് അതിന്റെ ശബ്ദങ്ങൾ വരുന്ന വേർഡ്സ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ദി ക്യാറ്റ് മ്യാവ്. അപ്പൊ അതിന്റെ അർത്ഥത്തിൽ തന്നെ ശബ്ദം വരുന്നത് മ്യാവ് എന്ന് വെച്ചാൽ പൂച്ച അങ്ങനെയാണല്ലോ കരയുന്നത്, മ്യാവ്. അപ്പൊ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ എന്താ, മ്യാവ് എന്നാ പറയാ. അപ്പൊ അതിന്റെ നേരത്തെ പറഞ്ഞ അർത്ഥത്തിൽ വരുന്ന ശബ്ദങ്ങളാണ് ഇത്. പിന്നെ ദ കൗ മൂവ്, കൗ എങ്ങനെയാ മാ അങ്ങനെ പറയത്തില്ല. അപ്പൊ അതിന്റെ ആ ശബ്ദവും പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അതുമാണ്. പിന്നെ റാറ്റ് സ്ക്വീക്ക്, റാറ്റ് എങ്ങനെയാ കാര്യം ക്വിക്ക് ക്വിക്ക് കീ അങ്ങനത്തെ ഒരു ശബ്ദമല്ലേ. അപ്പം അതിന്റെ ഒരു ഇതാണ് ഇതിൽ വരുന്നത്. പിന്നെ വിസ്ലിംഗ് ഓഫ് ദി എയർ, വിസ്ലിംഗ് എന്താ, വിസിലടിക്കുന്ന പോലത്തെ, എയറിൽ കാറ്റിൽ വിസിലടിക്കുന്ന നമുക്കൊരു ശബ്ദം വരും, അതാണ്. പിന്നെ കളക്റ്റീവ് നൗൺ, എന്താണ് കളക്റ്റീവ് നൗൺ, അതായത് കൂട്ടങ്ങൾ, ഒത്തിരി കൂട്ടങ്ങൾ. ഇപ്പൊ നമുക്ക് എന്താ എങ്ങനെ കളക്റ്റീവ് നൗൺ വരുന്നത്, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഓക്കെ, ഒത്തിരി ആൾക്കാരും കുറെ ക്രൗഡഡ് ആയിട്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എ ബഞ്ച് ഓഫ് ഫ്ലവർ, കുറെ ഒത്തിരി പൂക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ ബഞ്ച് ഓഫ് ഫ്ലവർ എന്നാ പറയാ. പിന്നെ എ സ്റ്റാക്ക് ഓഫ് ചെയർസ്, ഒത്തിരി ചെയർസ് ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാക്ക് ഓഫ് ചെയർസ്. എ ടീം ഓഫ് കളേഴ്സ്, ഒത്തിരി കളേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ടീം ഓഫ് കളേഴ്സ് എന്ന് പറയും. പിന്നെ എ കമ്പനി ഓഫ് ആക്ടേഴ്സ്, ഒത്തിരി ആക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമ്പനി ഓഫ് ആക്ടേഴ്സ് ഒന്നിച്ച് പറയുന്നതാണ്. അപ്പൊ ഇതാണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം, ബയോമിനൻസ്. എന്താണ് ബയോമിനൻസ്, അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഗീവ് ആൻഡ് ടേക്ക്. ഓക്കെ, നമുക്ക് നോക്കാം. ഗീവ് ആൻഡ് ടേക്ക്, പാർട്ട് ആൻഡ് പാർസൽ, ഫ്രം ആൻഡ് പ്രോപ്പർ. നമുക്ക് ഗിവ് ആൻഡ് ടേക്ക്, നമ്മൾ ഗിവ് എന്ന് വെച്ചാൽ കൊടുക്കുക എടുക്കുക, അങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് പോളിസി എന്നൊക്കെ എഴുതിയിട്ടില്ല. പിന്നെ പാർട്ട് ആൻഡ് പാർസൽ, അതിന്റെ ഒരു പാർട്ടും പിന്നെ അതിന്റെ ഒരു പാർസലും. പിന്നെ ഫാം ആൻഡ് പ്രോപ്പർ, അതിന്റെ ഫാമും പിന്നെ അതിന്റെ പ്രോപ്പർ ആയിട്ട് വരുന്ന ഇതും. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫോഴ്സ്മെന്റ്, ഫസ്റ്റും പിന്നെ അതിന്റെ ഫോഴ്സ്മെന്റും. പിന്നെ സൂണർ ഓർ ലേറ്റർ, സൂണർ എന്ന് വെച്ചാൽ വേഗം, ലേറ്റർ എന്ന് വെച്ചാൽ പിന്നീട്, അങ്ങനെ വരുന്ന വാക്ക്. അപ്പ് ആൻഡ് ഡൗൺ, മേലെയും താഴെയും. ടു ആൻഡ് ഫോർ, ടൂവും അല്ലെങ്കിൽ ഫോർ, ഫ്രോ. ഡൗൺ ആൻഡ് ഔട്ട്, ഡൗണും അല്ലെങ്കിൽ ഔട്ട്, പുറത്തേക്കും. ബ്രേക്ക് ആൻഡ് ഫോർത്ത്, ബ്രേക്ക് അല്ലെങ്കിൽ ഫോർത്ത്. സ്ലോലി ബട്ട് ഷോർലി, മോർ ഓർ ലെസ്, സ്ലോലി ബട്ട് സ്ലോലി, മോർ ഓർ ലെസ്. അപ്പൊ ഈ രീതിയിലുള്ള വേർഡ്സ് വരുന്നത്. അതായത് നമ്മളിപ്പോ പറയുമ്പോൾ എന്താ, അപ്പ് ആൻഡ് ഡൗണിൽ പോയി നോക്കണം, മേലെയും താഴെയും നോക്കണം, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് നോക്കണം എന്നൊക്കെ നമ്മൾ ഒന്നിച്ച് പറയുന്ന വേർഡ്സ്. രണ്ട് വേർഡ്സിനെ നമ്മൾ ഒന്നാക്കിയിട്ട് ഇങ്ങനെ പറയും. ലെഫ്റ്റ് ആൻഡ് വെച്ച് നടുക്കൊരു ആൻഡ് കൂടി വരും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പൊ അങ്ങനത്തെ ഒരു വേർഡ്സ് ആണ് ബയോമിനൻസ്. നിങ്ങൾക്ക് ഈ ബയോമിനൻസിന്റെ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായം പരിഗണന എടുത്തിട്ട് ഞാൻ ഈ ക്ലാസ് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാക്കിന് വേണമെങ്കിൽ ഇത് പറഞ്ഞാൽ മതി കേട്ടോ. ഈ ക്ലാസ് ഞാൻ ഇട്ടിട്ടില്ല നമ്മുടെ ചാനലിൽ, സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ആണ്. കുറച്ചൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് അത്രയും ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ആർക്കെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതും കൂടി ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗ്രാമറിന്റെ ക്ലാസ് സെപ്പറേറ്റ്, സ്പോക്കൺ ഇംഗ്ലീഷിന്റെ സെപ്പറേറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ മോട്ടിവേഷന്റെ തന്നെ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെൻസിന്റെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ആയിട്ട് ഞാൻ ആക്കിയിട്ടുണ്ട്. ടെൻസ് എന്താണെന്നൊക്കെ ഉള്ളത്. അത് പലർക്കും സംശയമാണ്. ഇംഗ്ലീഷിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന വേർഡ്സ് ആണ് ടെൻസ്. അപ്പൊ ടെൻസ് എന്താണെന്ന് അറിയാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. പ്ലേലിസ്റ്റിൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ടെൻസിന്റെ ക്ലാസ്സുകളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ അതെല്ലാം കണ്ടു നോക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ മക്കളെ. ഞാൻ എല്ലാം ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാത്തിൻ്റെയും
ക്ലാസ്സിലൊക്കെ കാണാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ഞാൻ നമ്പർ എപ്പോഴും ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നമ്പർ ചെക്ക് ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ എടുത്തിട്ടുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് ആണ്. സോ അപ്പൊ അതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ ക്ലാസ് സെപ്പറേറ്റ് ഇടുന്നതായിരിക്കും. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഗ്രാമറിന്റെ ക്ലാസ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിലോ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. സോ അപ്പോൾ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് ദയവായി കോൺടാക്ട് ചെയ്യുക. ഓക്കെ, വിളിക്കുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതായിരിക്കും. ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ടോപ്പിക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അല്ല ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ആളെന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. കാരണം ആളെന്ന് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴൊക്കെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യും, സബ്സ്ക്രൈബും എല്ലാം ചെയ്തേക്കും. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും see you.